ഒന്നുകൂടെ പറയാം, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്ന് പറഞ്ഞ പോലെയാണ് മലപ്പുറം ചങ്ങരംകുളത്തെ മുക്കുതല PCN ഗവൺമെൻറ് സ്കൂളിൻ്റെ അവസ്ഥ. ഇപ്പോൾ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചു ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാൻ. ഇന്നലെ ഗ്രൗണ്ട് തുറന്നു കൊടുക്കാൻ അധികൃതർ ഇതുവരെ എന്തുകൊണ്ടോ തയ്യാറായിട്ടില്ല. വഞ്ചി തിരുനക്കര കിടന്ന് കറങ്ങുക. മൂക്കുത്തല ഗവൺമെൻറ് PCN ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ഗ്രൗണ്ടാണിത്. സിന്തറ്റിക് ട്രാക്കും എല്ലാമായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സ്റ്റേഡിയം. പക്ഷേ ഈ സ്റ്റേഡിയം പണി കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടു, ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഫുട്ബോൾ, ക്രിക്കറ്റ് അടക്കമുള്ളവ ധാരാളം ആളുകൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിനുള്ള അവസരവും പുതിയ സ്റ്റേഡിയത്തിലില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. സ്കൂൾ മൈതാനത്ത് സിന്തറ്റിക് ട്രാക്ക് എല്ലാം നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വോളിബോൾ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പോൾ വാൾട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്കും പുതിയ ഗ്രൗണ്ടിൽ സംവിധാനമുണ്ട്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പോലും പരിശീലനത്തിന് കഴിയാത്ത വിധമാണ് നിലവിലെ അവസ്ഥ. പണി പൂർത്തിയായി വർഷം 1 കഴിഞ്ഞിട്ടും സ്റ്റേഡിയം തുറന്നു കൊടുക്കാത്തതാണ് പ്രശ്നം. നേരത്തെ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ ഫുട്ബോൾ, ക്രിക്കറ്റ് അടക്കമുള്ളവ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പുതിയ ഗ്രൗണ്ടിൽ അതിനുള്ള സംവിധാനമില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല, ഒരു വിധത്തിലും ഇവിടെ കളിക്കാൻ കഴിയില്ല. കാരണം ഇത് 5 പേർക്കും കളിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ 5 പേരുടെ ഗ്രൗണ്ട് ആണെങ്കിലും അവിടെയൊക്കെ കുറ്റും കൊളുത്തൊക്കെയാണ്, അതിലെങ്ങനെ കളിക്കാം? ഇപ്പോൾ ഇത് വെറും ഈ സിന്തറ്റിക് ട്രാക്കും പിന്നെ ഈ ഹാമർ ത്രോ അല്ലെങ്കിൽ ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ ഇതിന് മാത്രമേ കഴിയുന്നുള്ളൂ. അതും ഇവിടുന്നൊരു സ്റ്റേറ്റ് താരം ഇപ്പോൾ 2 കൊല്ലമായി ആരും പോയതായിട്ട് അറിവില്ല. ഗ്രൗണ്ടിലെ വിലപിടിപ്പുള്ള വലകളും മറ്റും നായകൾ കടിച്ചു കീറിയ അവസ്ഥയാണ്. പരിപാലിക്കാൻ ആളില്ലാത്തതിനാൽ ട്രാക്കിലെ പല ഭാഗവും വെള്ളം കെട്ടിനിന്ന് നശിക്കുകയാണ്. മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഉടൻ തന്നെ സിന്തറ്റിക് ട്രാക്ക് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് പൊന്നാനി MLA യുടെ വിശദീകരണം. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനടി ഇത് തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതോടൊപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ് അടക്കമുള്ള മത്സരങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ടാക്കണമെന്നുള്ളതുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. അതു ആര്യ പറയുന്നു. ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ SK സൂചിപ്പിക്കാനുള്ള മെസ്സേജ് അയക്കുക. ഇപ്പോൾ BP കുറച്ച് കൂടുതലുള്ള സമയമാണെന്നാണ് പറയുന്നത്. അതു ആര്യ, അത് എൻ്റെ BP കാര്യം എങ്ങനെ മനസ്സിലായി? അപ്പോൾ എന്തായാലും കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതു ആര്യ എന്തായാലും അയച്ച മെസ്സേജിൽ ഞാൻ നന്നായി സുഖിച്ചു. എന്നാ ഒരു മെസ്സേജ് അല്ലേ? ഓക്കെ അതു ആര്യ, താങ്ക് യു.